തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിസന്ധിയിൽ ബി.ജെ.പിക്ക് ആശ്വാസമായി വാഴോട്ടുകോണം കൗൺസിലർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയ്യൂർ ജയിലിൽ നടന്ന അസാധാരണ സത്യപ്രതിജ്ഞയിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു ഇത്തവണ സുഗതന്റെ സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ജയിലിൽ വെച്ച് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാമെന്നാണ് വി സതീശൻ സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്തിനാണ് സംഘപരിവാറുകാരെ പ്ലീഡർമാരായി നിയമിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നും വി രാജേഷ് ചോദിച്ചു. സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രം ബി.ജെ.പിക്കും സുഗതനും മുന്നിലെ കടമ്പകൾ അവസാനിച്ചോ? കാണാം RDX. രാവിലെ 11 മണിയോടെ വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം മേയർ വി രാജേഷാണ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തിരുവനന്തപുരം മേയർക്ക് പുറമെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും സുഗതന്റെ അടുത്ത ബന്ധുക്കളും ജയിലിൽ എത്തിയിരുന്നു. സുഗതനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിച്ച് ഇന്നും മേയർ വി രാജേഷ് രംഗത്തെത്തി. 5 വർഷത്തേക്ക് വളരെ ഭംഗിയായി ഭരിച്ച് മുന്നോട്ട് പോകുമെന്നും മേയർ പറഞ്ഞു. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാഴോട്ടുകോണം കൗൺസിലറായ സുഗതൻ. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അതേസമയം സുഗതന് തടവിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്നാണ് കാപ്പ ഉപദേശക സമിതിയുടെ ഉത്തരവ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിൽ സ്ഥാനത്തിന് അയോഗ്യതയുണ്ടാകുമെന്ന നിയമപ്രശ്നം ഇനിയും നിലനിൽക്കുന്നുണ്ട്. അസാധാരണ പ്രതിസന്ധിയിലൂടെ താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബി.ജെ.പി നേതൃത്വം. RDX ന്യൂസ് മലയാളം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം 5 വർഷം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ഈ ഭരണകാലയളവിൽ കൗൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിലെത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു ടീമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായുള്ള വിയോജിപ്പ് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഉടൻ കൗൺസിൽ വിളിക്കാൻ ആവശ്യപ്പെടുമെന്നും 3 കൗൺസിലിൽ പങ്കെടുക്കാതെ വരുന്ന സുഗതന്റെ കാര്യത്തിലും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് SP ദീപക് പറഞ്ഞു. കാപ്പ കേസ് പ്രതിയെ വിലങ്ങില്ലാതെയും രാഷ്ട്രീയ കേസിലെ പ്രതിയായ മുൻ കൗൺസിലർ IP ബിനുവിനെ വിലങ്ങണിയിച്ചതും ചൂണ്ടിക്കാട്ടിയായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി V ജോയിയുടെ വിമർശനം. അത് ആ വാക്കുകളിലേക്ക്. 3 പ്രാവശ്യം കൗൺസിലിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ തക്കതായിട്ടുള്ള കാരണങ്ങളില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകും. അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടിയുമായിട്ട് LDF മുന്നോട്ട് പോകും. കേരളത്തിൽ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. രാഷ്ട്രീയ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ വിലങ്ങ് വെച്ച് കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുവാദം നൽകിയിരിക്കുകയാണ്. എന്നാൽ വളരെ ക്രിമിനൽ കേസ് 19 കേസിലെ പ്രതി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന ആളെ വിലങ്ങ് വയ്ക്കാതെ കൊണ്ടുവരുന്നു. അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടതായിട്ട് ഉണ്ട്. ഇതിപ്പോൾ ഒരു ചരിത്ര സംഭവം. ഇപ്പോൾ ഒരു മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തിലേക്ക് പോകുന്നു എന്നുള്ള ചരിത്ര സംഭവം കേരളത്തിൻ്റെ പേര് ഇങ്ങനെ സുവർണ്ണ ലിപികൾ കൊണ്ട് രേഖപ്പെടുത്തുന്ന തരത്തിൽ സംഭവിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്രിമിനൽ കേസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മേയർ അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്ന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദത്തിനും വഴിവെച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് ശരിക്കും ചരിത്ര നിമിഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില BJP അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ കാർഡുകൾ കണ്ടു. വളരെ പോസിറ്റീവായിട്ട്, വളരെ സീരിയസ് ആയിട്ട്, സർക്കാസ്റ്റിക്കായിട്ടല്ല, ചരിത്ര നിമിഷം എന്ന് എഴുതി വെച്ചിട്ട് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എഴുതുകയാണ്. ഇതൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ചരിത്ര നിമിഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹർഷനിപ്പോൾ ശരിയാവണ്ണം ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മളൊരു ചരിത്ര നിമിഷത്തിലാണ് ഈ പറയുന്ന ഉദാഹരണം കാണിച്ചല്ലോ, അങ്ങ് ബഹിരാകാശത്തേക്ക് പോയത്. അതൊരു ചരിത്ര നിമിഷമാണ്. മറ്റത് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എങ്കിലും അത് ചരിത്ര നിമിഷം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും ജയിലിൽ കിടക്കലും വളരെ ഒന്നിനൊന്നോട് ചേരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കാലത്തും ആ കാലം മുതൽ ഇപ്പോൾ ലോകത്ത് പല ഭാഗങ്ങളിലും ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോസിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുക, സമരം നടത്തുക, അകത്ത് പോയി കിടക്കുക, തടവ് ശിക്ഷ അനുഭവിക്കുക. ഇപ്പോൾ നെൽസൺ മണ്ടേലയൊക്കെ വർഷങ്ങളോളം
ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഓങ് സാൻ സ്യൂക്കി. അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കാര്യവും അഭിമാനകരവുമായ കാര്യമാണ് ആ അർത്ഥത്തിൽ. ഇപ്പോൾ തന്നെ BJPയുടെ ആളുകൾ, ഇപ്പോൾ ഒ രാജഗോപാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടില്ലേ? അത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം CPMൻ്റെയും BJPയുടെയും ഒക്കെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏടുകളിലൊന്നാണ്. നമ്മുടെ നാട്ടിലെ തന്നെയും ജനാധിപത്യ നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെതിരായുള്ള സമരം എന്ന നിലക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളുകളെയൊക്കെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വമാണ് കാണുന്നത്. പക്ഷേ ഇത് അതുപോലെയാണോ? ഇത് അതുപോലെയല്ല എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു ഇരട്ട നിയമലംഘനത്തിൻ്റെ ഛായയിലാണ് ഈ സുഗതൻ എന്നയാൾ ഇന്നിപ്പോൾ ഒരു ചരിത്ര സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി ഇരട്ട നിയമലംഘനങ്ങൾ. നിയമലംഘനങ്ങളെന്ന് വെച്ചാൽ നിയമലംഘനം സ്വാതന്ത്ര്യ സമരകാലത്ത് നിയമലംഘനം തന്നെ പോസിറ്റീവാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് കാപ്പ കേസ് ഒരാൾക്ക് ചുമത്തുക? എല്ലാവർക്കും അറിയാം എന്താണ് ആവർത്തിച്ച് ഒരേ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കെതിരെയാണ് കാപ്പ കേസ് ചുമത്തുക, കാപ്പ കേസ് എടുക്കുക. അതെന്തൊക്കെയാണ്? കൊലപാതക ശ്രമം, കവർച്ച, ഗുണ്ടാപ്രവർത്തനം, മയക്കുമരുന്ന് കടത്ത്, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായ ഗുരുതര ആക്രമണം, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ആവർത്തിച്ചിടപെടുക. ഞാൻ ഈ വായിച്ചിരിക്കുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഒരു തവണയും 2 തവണയല്ല, ആവർത്തിച്ചിടപെട്ടാലാണ്, പിന്നെ അത്തരം കാര്യങ്ങൾ ഏർപ്പെട്ടാലാണ് ഈ പ്രതിയാവുക. അത് നിസ്സാരമായിട്ട് VV രാജേഷിനോ രാജീവ് ചന്ദ്രശേഖരനോ സാധ്യമാകുന്നൊരു കാര്യമല്ല അത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ VV രാജേഷോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ കെ സുരേന്ദ്രനോ പോലുള്ള BJP നേതാക്കൾ തന്നെയും വളരെ പണിപ്പെട്ടാലേ ആർ സുഗതൻ്റെ നിലയിലേക്ക് എത്താൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഇത് ആവർത്തിച്ച് ചെയ്യണം. അങ്ങനെ ഒന്നിലധികം കേസുകളിൽ നിരവധിയുള്ള 18 കേസുകൾ അങ്ങനെ ഇയാൾ പ്രതിയാണത്രേ. സഹി കെട്ടിട്ട് പോലീസ് പിടിച്ച് കൊണ്ടുപോയിട്ടു. 19 കേസിൽ ഇയാൾ പ്രതിയായപ്പോൾ സഹി കെട്ടിട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന ഒരാളാണ്. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നിയമലംഘനം. എന്നാൽ അതുകൊണ്ട് തീർന്നോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്തേണ്ടുന്ന ഈ ചരിത്ര നിമിഷം ഇവർക്ക് ആഗതമായത്, ഇവർക്ക് കരസ്ഥമായത്? അതായത് 70 കൊല്ലക്കാലം ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇവിടെ CPM, CPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് തുടങ്ങി മഹാരഥന്മാരുടെ പാർട്ടികൾ ഭരിച്ചു നിരവധിയായിട്ട്. ഇവർക്കാർക്കും പറ്റിയില്ല. ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPMകാരനോ ഒരു CPIക്കാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പറ്റാത്ത ഈ ചരിത്ര നിമിഷം ഈ ആർ സുഗതൻ എന്ന് പറയുന്ന BJPയുടെ ഈ നേതാവിന് മഹത് പദവി കൈവന്നത് എങ്ങനെയാണ്? ഒന്ന്, ഇയാൾ തുടർച്ചയായിട്ട് ഈ നിയമലംഘനം നടത്തി. രണ്ടാമത്തേത്, ഈ പാർട്ടി ഒരു ഭരണഘടനാ സംഗതി പറഞ്ഞിരിക്കുന്ന നിയമലംഘനവും നടത്തി. എങ്ങനെ? അതായത് ഇത് പറഞ്ഞാലുണ്ടല്ലോ നല്ല തമാശയാണ്. പക്ഷേ BJPക്കാർ നമ്മളെ വല്ലാതെ എന്തെങ്കിലും ഉപദ്രവിച്ച് കളഞ്ഞാലോ ചീത്ത വിളിക്കോ കമൻറ്റിൽ എഴുതുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ വാക്കുകളെ ഒരു അല്പം അത് അർഹിക്കുന്ന പരിഹാസത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാത്ത. അതായത് എല്ലാവരും ഈ രാജ്യത്ത് മുഴുവൻ ആളുകളും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എത്രയോ ജനപ്രതിനിധികൾ, എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് ജനപ്രതിനിധികളായിട്ട് ഈ രാജ്യത്തെമ്പാടുമുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ഇവരുടെ പാർട്ടിക്കാരാണ്. ആ പാർട്ടിയുടെ ആളുകൾ ഇവിടെ ഇല്ലാത്ത വിധം പോയിട്ട് തോന്നിയ പോലെയല്ല സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിന് ഇവരുടെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരുടെ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും, അങ്ങനെ ഇവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, കാവൽ നിൽക്കുന്ന ഭരണഘടന, അവരാണതിൻ്റെ ഇപ്പോഴത്തെ കാവൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി, ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇവർ കാവൽ നിൽക്കുന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ട് ഇവരെല്ലാവരും കൂടെ ചാറാ കുറേ പേരൊക്കെ പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അതൊരു നിയമലംഘനം. അങ്ങനെ ഇരട്ട നിയമലംഘനങ്ങൾ ഇവർ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കിങ്ങനെ ഒരു ചരിത്ര നിമിഷം സമാഗതമായത്. ഇവർക്കൊരു സമാഗതമായത്. അതായത് ആർ സുഗതൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള കരിയറിൽ മുഴുവൻ VV രാജേഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ MLA ആയിരിക്കുന്ന V മുരളീധരനോ BB ഗോപകുമാറിനോ രാജീവ് ചന്ദ്രശേഖരനോ ഇനി അവരുടെ കരിയർ എടുത്താലും ആർ സുഗതൻ ചെയ്ത പോലെ ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ആർ സുഗതനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരും ചേർന്നിട്ട് അങ്ങേയറ്റം ഉജ്ജ്വലമായിട്ടുള്ളൊരു ചരിത്ര നിമിഷം ഇവർക്ക് സമാഗതമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടിയന്തരാവസ്ഥ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്ന ഒ രാജഗോപാലിനും ഇല്ലാത്തത്രക്ക് വലിയ ഒരു ഗംഭീരമായിട്ടുള്ള പദവി അവരുടെ ഈ കൗൺസിലർ ആർ സുഗതന് ലഭ്യമായിരിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ. അങ്ങനെ കോൺഗ്രസിനും CPMനും CPIക്കും മുസ്ലിം ലീഗിനും തുടങ്ങിയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന കടന്നുപോയ 5, 6, 7 പതിറ്റാണ്ടുകളിലൊന്നും സാധിക്കാത്ത ഒരു വമ്പൻ റെക്കോർഡ് ആർ സുഗതനിലൂടെ BJPക്ക് സമാഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വളരെ സത്യത്തിൽ ഇന്ന് കേരളത്തിലെമ്പാടും ഈ സമയത്തൊക്കെ പടക്കം പൊട്ടേണ്ടതാണ്. കാരണം BJPക്കാർ ഇങ്ങനൊരു ചരിത്ര നിമിഷം അവരുടെ കൈവശത്തിലേക്ക് എത്തിച്ചതിൽ അവരത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ടതാണ്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തമാശ പറയാമെന്നല്ലാതെ അങ്ങേയറ്റം വലിയ നാണക്കേടാണ് എന്ന് BJPക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നു അവർ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെയൊക്കെ രാഷ്ട്രീയ സമരം നടത്തിയ ആളുകൾ കൂടിയാണല്ലോ BJP എന്ന പാർട്ടി, ജനസംഘം അതിൻ്റെ ശ്രേണിയിലുള്ള ആളുകൾ. ഒ രാജഗോപാലൊക്കെ
പിന്നെ എന്താണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയ ബഹുമാന്യത സമൂഹത്തിലാകെ ഉണ്ടാക്കിയ ആളാണ്. അത്തരം പ്രവർത്തകർ ഇപ്പോഴും BJPക്കും അവരുടെ മാതൃ സംവിധാനമായിട്ടുള്ള RSSനും ഒക്കെ ഇപ്പോഴും നാട്ടിലുണ്ട്. വളരെ സാത്വികരായിട്ടുള്ള ആളുകൾ എല്ലാ പാർട്ടികളിലും പോലെ ആ പാർട്ടികളിലുണ്ട്. അവർക്ക് സത്യത്തിൽ ഇത് ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, എന്നിട്ട് കാപ്പ കേസിലാവുക, എന്നിട്ട് ജയിലിൽ പോയിട്ട് ഇങ്ങനെ ഒരു നാണക്കേട് ആവേണ്ടി വരിക, ഇതൊരു ചരിത്ര നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും. അവർ ഈ പറയുന്ന സംഗതികളിലേക്ക് ഇനി നിങ്ങളാരും പോകല്ലേ എന്ന് പറഞ്ഞ് ഇവരൊക്കെ തിരുത്തട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷേ അപ്പോഴും ചില മാധ്യമങ്ങൾ ഇവരുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾ ചരിത്ര നിമിഷം എന്ന് അഭിമാനപൂർവ്വം എഴുതുന്നതിനെ എങ്ങനെയാണ് ഹർഷ കാണുക? എനിക്കാകെ സങ്കടവും ഇതെല്ലാം പറയുമ്പോഴൊരു സങ്കടമാണ് അവരെ ഓർത്തിട്ട്. അതായത് ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് എന്താണ് പോലീസ് വെറുതെ അങ്ങ് പറയുമ്പോൾ മാത്രമല്ലല്ലോ, പോലീസ് അത് പറയുമ്പോൾ ഒരു ഈ എന്താണ് കളക്ടർ സാക്ഷ്യപ്പെടുത്തി കളക്ടറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കാപ്പ കേസ് പ്രതിയെ തടവിൽ വെക്കാൻ കഴിയൂ. ആ നിലയ്ക്ക് തടവിൽ വെച്ചിരിക്കുന്നയാളാണ്. ആ നിലയ്ക്ക് തടവിൽ പോകേണ്ടി വരുന്ന സാഹചര്യം സനീഷ് ഇവിടെ വിശദമായി വിശദീകരിച്ചതുപോലെ 19 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആദ്യഘട്ടത്തിൽ അത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ആദ്യം ഈ എന്ത് വിധേനയും സുഗതനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. സ്വാഭാവികമായും ഒറ്റ കൗൺസിലറുടെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താനായി അത് അനിവാര്യമാണ്. അങ്ങനെയൊക്കെ സംരക്ഷിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു ഗതികേട് കൊണ്ട് സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന ആൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും രാഷ്ട്രീയ കേസുകളല്ല എന്ന് മനസ്സിലാവും. ഈ 19 കേസ് നിലനിൽക്കുന്നതിൽ ഒരു കേസാണ് രാഷ്ട്രീയ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്ന്, ഒരേ ഒരു കേസ്. ബാക്കി മുഴുവൻ ആൾക്കാരുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയതും കമ്പി വടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഗുണ്ടാപിരിവ് നടത്തിയതും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഇനിയിപ്പം നാളെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, ആ കാര്യത്തിലൊന്നും നമുക്ക് പരാതിയില്ല. അതിനുശേഷം അദ്ദേഹം നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചതിൻ്റെ പേരിലാണ് അയാളെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. 6 മാസം ഇയാളെ പുറത്തു വിടാതെ അകത്തിടണം എന്ന് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത് ഇയാൾ കുഴപ്പക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് അവിടുത്തെ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചതൊന്നുമല്ല. അവിടെ വലിയ വോട്ട്, അതായത് 3-4 തിരിഞ്ഞ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആ മട്ടിൽ ജയിച്ചു വന്ന ഒരാളാണ്. അവിടുത്തെ ഈ പറയുന്നത് കേട്ടാത്തൊന്നും മാരായമോട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വലിയ ജനപിന്തുണ കൊണ്ട് അങ്ങനെ ജയിച്ചു വന്ന ആളാണ്. അങ്ങനെയൊന്നുമല്ല. ആ ഗുണ്ടാപ്രവർത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണെന്ന് നാട്ടുകാർക്ക് കൂടി ബോധ്യമുള്ള ആളെ ജയിപ്പിച്ച് കൊണ്ടുവരാൻ തക്കവണ്ണമാണ് നമ്മുടെ ജനാധിപത്യം പരുവപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ജനാധിപത്യത്തിലെ ചില പഴുതുകൾ കൊണ്ട് ജയിച്ചു വരുന്നതാണ്. അങ്ങനെ ജയിച്ചു വന്ന ഒരാൾ. അതൊക്കെ പോട്ടെ, ഇതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ കൂടി ഉത്തരം പറയേണ്ട കുറേ കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് വിശദീകരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക? ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ ആ നിലയ്ക്ക് അതിനകത്ത് ഒരു കുഴപ്പം ഉണ്ടാവരുത്. അത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു പരിഗണന തന്നെയാണ് ആ കൊടുക്കുന്നത്. പക്ഷേ സർക്കാർ അങ്ങനെയാണെങ്കിൽ വെറുതെയെങ്കിലും ഒന്ന് മൂടുകയോ ഞരങ്ങുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ കോടതിയിൽ? എല്ലാം അങ്ങ് അംഗീകരിച്ച് പോകുമല്ലോ. ഇതിനും മേൽ കോടതി ഉണ്ടല്ലോ, സർക്കാരിന് തീരുമാനിക്കാമല്ലോ. അല്ല, ഇങ്ങനെയല്ല ഇത് നടത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ക്രിമിനലായ ഒരാളെ, ആ നിലയ്ക്ക് ഇത്തരം ക്രിമിനൽ കേസുകളിൽ പെട്ടിരിക്കുന്ന ഒരാളെ വീണ്ടും, അതായത് അവിടെ BJPക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഭരണം പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഉയരുമല്ലോ. എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ സർക്കാർ. അത് ഉത്തരം പറയുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും ശക്തമായി പോരാടി കണ്ടത് ഇപ്പോൾ പ്രതിപക്ഷം CPM ആദ്യഘട്ടത്തിൽ ഒരു ദിവസം വലിയ അടിയും ബഹളമൊക്കെ ഉണ്ടായി. ആളുകൾക്ക് വലിയ കൗൺസിലർമാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സമരം കഴിഞ്ഞു. 2ാം ദിവസം ഏറ്റവും ശ്രദ്ധേയമായ സമരം ചെയ്തത് ആരാ? ശബരിനാഥനാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലറായ ശബരിനാഥനാണ്. മുൻ MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ ഈ മുതിർന്ന നേതൃനിരയിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ നിലയ്ക്ക് ഉള്ള ഒരു നേതാവാണല്ലോ, ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൻ്റെ. ആ മുൻ MLA കൂടിയായ ശബരിനാഥൻ, വൈഷ്ണവ് സുരേഷ്, ഇവരെല്ലാവരും ഉണ്ട്. അതിൽ ശബരിനാഥനാണ് മുന്നിട്ടിറങ്ങി നേരെ ശബരിനാഥനുമായിട്ട് കയ്യാങ്കളി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി.
ഇവരുടെ ഒരു വനിതാ കൗൺസിലർക്ക് തല്ലുകൊള്ളുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമരമുഖത്ത് ഇതാ ഞങ്ങൾ ഇവിടെ പ്രതിപക്ഷം ഒന്നുകൂടി തെളിയിക്കാനുള്ള മത്സരം അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ നടക്കുന്നുണ്ട്. ഇനി ശബരിനാഥൻ എങ്ങനെയാ കൗൺസിലിൽ പോയിരിക്കും സനീഷ്? ഈ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ എങ്ങനെ അവിടെ പോയിരിക്കും? അവിടെയുള്ള CPM-ൻ്റെ കൗൺസിലർമാർ ഈ ചോദ്യവും പരിഹാസവും ഉയർത്തത്തില്ലേ? സ്വാഭാവികമായും അതിനൊക്കെയുള്ള അവസരം എങ്ങനെയാണ് ഈ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? എനിക്കത് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളത് എനിക്ക് പിടികിട്ടുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ പ്രതിപക്ഷ CPIM അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ആരോപണത്തിലും കഴമ്പുണ്ട്. നമ്മൾ പണ്ട് ഓർമ്മയുണ്ടോ PK ബിജുവിനെ കൊണ്ടുവന്ന് കൈവിലങ്ങണയിച്ച് കൊണ്ടുവന്ന് ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു ദൃശ്യം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്ന് ഒരു ആവശ്യമില്ലാതെയാണ് കൈവിലങ്ങണയിച്ച് അന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അങ്ങനെ കൈവിലങ്ങണയിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് ആ കൈവിലങ്ങണയിച്ച് കൊണ്ടുവരുന്നത്. വലിയ വിമർശനം ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അതേ മട്ടിൽ തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ കൈവിലങ്ങണയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടുത്തെ മുൻ കൗൺസിലറായ IB ബിനുവിനെ ഏതാണ് നമ്മുടെ ED കേസിലാണ് കൈവിലം കണിയിച്ച് അവിടെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കാഴ്ചയെല്ലാം കാണുന്ന കേരളത്തിൽ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന കമ്പിവടിക്ക് തല തല്ലി പൊളിച്ച കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു ക്രിമിനലിന് അയാൾ കൗൺസിലറാണ്, BJPയുടെ കൗൺസിലറാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ BJPയുടെ ഭരണം നിലനിർത്താൻ വേണ്ട പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മൗനാനുവാദം അല്ലെങ്കിൽ മൗനം സമ്മതം മൗനം മൗനമല്ല അത് സമ്മതിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ സർക്കാർ എങ്ങനെയാണ് സമ്മതിക്കുക? ഇവരെ എല്ലാവരെയും ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തിയിട്ട് ഈ പറയുന്ന ശബരിനാഥനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടി കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ഇത് സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ വിചിത്രമായ ഈ ആരോപണങ്ങളെല്ലാം നേരിടേണ്ടതിന് ഈ ആരോപണങ്ങളെല്ലാം ഉറക്കം ഉയരേണ്ടതാണ് ഈ സർക്കാരിനെതിരെ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ പ്രശ്നം സനീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ VV രാജേഷ് ഇങ്ങനെ ഒരു പണി ഏർപ്പെടുന്നയാളല്ല, ഒരു മികച്ച നേതാവാണ്, ഇങ്ങനെ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കൂടി ഗതികേടാണ് അവിടെ പോയിട്ട് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ ആരാണ് V മുരളീധരനോ ഈ ഗോപകുമാറോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഇവരൊന്നും ഇത്തരം കുഴപ്പങ്ങളിലൊന്നും ചെന്ന് പെടുന്ന ആളുകളല്ല. നല്ല നേതാക്കന്മാർ കേരളത്തിലെ BJPക്ക് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം, ഒരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഈ കാര്യത്തിൽ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ PD സതീശനെ നോക്കിക്കഴിഞ്ഞാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് സന്ദർശനാനുമതി കൊടുക്കാതിരുന്ന സർക്കാർ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർക്ക് സന്ദർശനാനുമതി കൊടുക്കുന്ന സർക്കാർ, ഇങ്ങനെയൊക്കെ ഇതിനെ വിലയിരുത്തി പോവും. അപ്പോൾ അതിനൊക്കെ മറുപടി എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും ഈ സർക്കാരിന് നല്ലതെന്നായിരിക്കും. ഒറ്റ കാര്യം കൂടെ ഹർഷ, അതായത് ഈ ജുഡീഷ്യൽ, അത് ഞാൻ നേരത്തെ പറയാൻ പറ്റും, അതായത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം ഈ കാര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചതിൽ അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇയാൾ വലിയ കുഴപ്പക്കാരനാണ്, ഇത്തരം കേസുകളല്ലാണ്ട് ഒക്കെ ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ആ നാട്ടുകാർ തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെ ആയിപ്പോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജനാധിപത്യപരമായിട്ടുള്ള സംഗതികൾ കൊടുക്കണം എന്ന നിയമപരമായിട്ട് ശരിയായ അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പം ഈ പറയുന്ന പില്ലറുകൾ എന്ന് പറയുന്നതിലെ ജുഡീഷ്യറി അവരുടെ ശരിയാം വിധമുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെയും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നിലപാടെടുത്തു. പക്ഷേ ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ സംവിധാനം, സർക്കാർ എന്ന സംവിധാനം അവരുടെ അന്തസ്സും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ നിലപാടെടുത്തു എന്ന് വെച്ചാൽ ഇല്ല. അതാണ് ഹർഷൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ജുഡീഷ്യൽ സംവിധാനം അവരുടെ ധാർമ്മികതയിലും മറ്റും നിന്നുകൊണ്ട് ഇത്തരം കാര്യം എടുത്തപ്പോൾ ഭരണ സംവിധാനം ഇതിനെ ചോദ്യം ചെയ്യുക, ഇനി ചോദ്യം ചെയ്തതിന് ശേഷം ഇയാളെ ജയിലിൽ വെച്ചിട്ട് സത്യപ്രതിജ്ഞ നടത്താനാണ് അനുവദിക്കുന്നതെങ്കിൽ ആ ചോദ്യം ചെയ്ത ചോദ്യം അവിടെ നിൽക്കും. അതാണല്ലോ രാഷ്ട്രീയ സംവിധാനത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവരുടെ പണി. സർക്കാർ ഞങ്ങളിതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് പറഞ്ഞേയില്ല. അവിടെയാണ് ഹർഷനി പറഞ്ഞ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച വന്നു. സർക്കാർ എന്നല്ല, സർക്കാർ നിയന്ത്രിക്കുന്ന കോൺഗ്രസിന് അവർ തന്നെയും പ്രതിപക്ഷത്തായിരിക്കുന്ന ഈ സ്ഥലത്ത് വേണ്ട രാഷ്ട്രീയ നിലപാടെടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ MP രാജേഷിൻ്റെ ആരോപണം. ആ ആരോപണത്തിനും ഇതുവരെ അത് MP രാജേഷ് അല്ല, അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്ന ആരോപണമാണ്. അതിന് ഇതുവരെ വ്യക്തമായ ഒരു മറുപടിയോ അതിലൊരു പ്രതികരണമോ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടില്ല. ഒരു ഗവൺമെൻറ് ലീഡറെ എങ്ങനെയാണ് ABVPയുടെ മുൻ പ്രവർത്തകനെ അല്ലെങ്കിൽ BJPയുടെ പ്രതികൾക്ക് വേണ്ടി നിരന്തരം ഹാജരാകുന്ന ഒരു വക്കീലിനെ ഗവൺമെൻറ് ലീഡറായിട്ട് വയ്ക്കുക എന്നുള്ള ചോദ്യമൊക്കെ ഈ മട്ടിൽ സമാന്തരമായി ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് വരാനാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപിച്ചെന്നിരിക്കും. അത്തരം ആരോപണങ്ങളൊന്നും ഈ 2ാം മാസത്തിൽ കേൾക്കാൻ പാടില്ല. ഈ സർക്കാർ ഇതിനകത്തൊക്കെ കർശനമായ നിലപാട് സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. കുറച്ചുകൂടി നിലപാടാവാം.
വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ഭംഗിയായി അവസാനിച്ചെങ്കിലും BJPക്കും ആർ സുഗതനും മുന്നിലെ പ്രതിസന്ധികൾ പൂർണ്ണമായി അവസാനിച്ചിട്ടൊന്നുമില്ല. കാപ്പ കേസ് പ്രകാരമുള്ള 6 മാസത്തെ തടവിൽ ആർ സുഗതന് ഇളവ് നൽകാൻ കഴിയില്ലെന്ന് കാപ്പ ഉപദേശക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 മാസ കാലയളവിൽ നടക്കുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ എങ്ങനെ പങ്കെടുക്കുമെന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ നൽകിയ കത്തിൽ മേയർ സ്വാഭാവികമായും തീരുമാനം എന്തായിരിക്കും എടുക്കുക എന്ന കാര്യത്തിൽ നമ്മളൊന്നും കൂടുതൽ സംശയിക്കേണ്ടതില്ല. പക്ഷേ അതെന്തായിരിക്കും എന്നുള്ള ചർച്ച തൽക്കാലം നടക്കുന്നു. ഇതിനിടെ ആർ സുഗതന് വിലങ്ങ് വയ്ക്കാത്ത പോലീസ് നടപടിയിലും ശക്തമായ വിമർശനം ഉയർന്നുണ്ട്. രാഷ്ട്രീയ കേസുകളിൽ പ്രതികളായ പ്രവർത്തകരെ വിലങ്ങ് വയ്ക്കുമ്പോഴും കാപ്പ കേസ് പ്രതിയായ സുഗതൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നില്ല എന്നതും ഇത് ഏത് നിലപാടിൻ്റെ ഭാഗമാണെന്ന ചോദ്യവും ഉന്നയിച്ചാണ് CPIM വിമർശനം ഘടിപ്പിക്കുന്നത്, ആക്രമണം ഘടിപ്പിക്കുന്നത്. ഇതുതന്നെയായാലും ആർ സുഗതൻ്റെ വിഷയത്തിൽ വരാനിരിക്കുന്ന അയോഗ്യതാ ഭീഷണിയെ BJP എങ്ങനെ മറികടക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരിടവേളയിലേക്ക്.